നമസ്കാരം. VS അച്യുതാനന്ദന്റെ വിലാപയാത്രയുടെ വിവരണത്തിനിടെ ഇന്നലെ റിപ്പോർട്ടർ TVയിൽ ചാനലിന്റെ എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺകുമാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവഹേളിച്ചു എന്ന ആരോപണം കോൺഗ്രസുകാർ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ തന്നെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. VS അന്തി ഉറങ്ങുന്ന മണ്ണിൽ പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ രക്തജല പ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടക്ക നിരത്തുകയോ ഉണ്ടാവില്ല എന്നാണ് അരുൺകുമാർ ഇന്നലെ പറഞ്ഞത്. ഇത് ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ചാണെന്ന് കോൺഗ്രസുകാർ പറയുന്നു. വിവാദം കൊഴുത്തതോടെ ആരോപണത്തിന് മറുപടി നൽകി അരുൺകുമാർ രംഗത്ത് വന്നു. താൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്നാണ് അരുൺകുമാർ ഇന്ന് വിശദീകരിച്ചത്. തനിക്ക് അയച്ചു തന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുകയാണ് ചെയ്തത്. തികച്ചും ഭൗതികവാദിയായ VSനെ കുറിച്ചാണ് പറഞ്ഞത്. മുൻപ് VSന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതിന് VS മറുപടി നൽകിയത് അമ്മയും അച്ഛനും ബാല്യത്തിൽ നഷ്ടമായപ്പോൾ പിന്നെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു. VSന്റെ മരണശേഷം ഭൗതികവാദിയായ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ ഭക്തിയോടെ ആരും വരില്ലെന്നാണ് ഉദ്ദേശിച്ചത്. നേതാവിന്റെ ഭക്തന്മാരാകുന്നത് അടിമത്തത്തിന്റെ ലക്ഷണമാണെന്നാണ് അംബേദ്കർ സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കോൺഗ്രസുകാർക്ക് പ്രചോദനമല്ലേ? അതിന്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതും അതൊരു ഭക്തിയായ മാറുന്നതും അടിമത്തമാണ്. ആ നിലപാടാണ് തനിക്കുള്ളത്. മറിച്ച് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയുമാകാമെന്നും അരുൺകുമാർ പറഞ്ഞു. താൻ പറഞ്ഞത് VSനെ കുറിച്ച് മാത്രമാണ്. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. താൻ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അരുൺകുമാർ മറുപടിയായി പറഞ്ഞു. അതേസമയം VS ഒരു പുണ്യാളനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല എന്ന പരാമർശം വ്യംഗ്യമായി ഉമ്മൻചാണ്ടിയെ താഴ്ത്തിക്കെട്ടുന്നതെന്നാണ് വിവാദമായ അരുൺകുമാറിന്റെ ആരോപണം. മകൻ ചാണ്ടി ഉമ്മൻ MLA തന്നെ അരുൺകുമാറിനെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. അതുകൂടാതെ ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭ വിശ്വാസികൾ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിനെ കരിവാരി തേക്കുന്ന പ്രസ്താവനയാണ് അരുൺകുമാർ നടത്തിയതെന്ന് ചിലർ കമന്റ് ചെയ്തു. അതേസമയം ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ്: 2 വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എന്റെ നിലപാട്. ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എന്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു. തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എന്റെ നിലപാട്. ജനമനസ്സുകളിൽ ജീവിക്കുന്ന എന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾക്ക് ആവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് ചാണ്ടി ഉമ്മൻ കുറിച്ചത്.